ഹലോ, എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ വീക്കെൻഡിൽ വൈകുന്നേരം വൈകുന്നേരം ഒന്ന് പുറത്ത് പോകാൻ തീരുമാനിച്ചു. അപ്പോൾ ഞങ്ങൾ സാധാരണ പാരിപ്പള്ളിയിലാണ് പുറത്ത് പോയി ഫുഡ് കഴിക്കുന്നതെങ്കിൽ അവിടെ ഹോട്ടൽ ഗ്രാൻഡൂറിലാണ് കയറുന്നത്. അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങൾ അവിടെ തന്നെ പോയി. പിന്നെ അത്യാവശ്യം നല്ല ഫുഡൊക്കെയാണ് കേട്ടോ അവിടുത്തത്. അപ്പോൾ ഞാനൊരു അൽഫാമാണ് ഓർഡർ ചെയ്തത്, ഒരു ക്വാർട്ടർ അൽഫാം. പിന്നെ ജിത്തുവും കുഞ്ഞയും കൂടെ അവന് കുഴിമന്തി വേണമെന്ന് വീട്ടിൽ വെച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ കുഴിമന്തി വാങ്ങിച്ചു. ജാനിയും അമ്മയും മഷ്റൂം മസാലയാണ് വാങ്ങിച്ചത്. അമ്മ ചപ്പാത്തി കഴിച്ചു, ജാനി ഒരു പൊറോട്ടയാണ് കഴിച്ചത്. ജാനിക്ക് മഷ്റൂം മസാല അങ്ങ് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞാൻ ജിത്തുവിനോട് പറഞ്ഞു, ജിത്തു കുഴിമന്തി വാങ്ങിച്ചാൽ നമുക്ക് റൈസ് ചിലപ്പോൾ കഴിച്ചു തീർക്കാൻ പറ്റത്തില്ല, ഒരുപാട് റൈസ് കാണും. പക്ഷേ അവൻ അത് തന്നെ വേണമെന്ന് പറഞ്ഞു. പിന്നെ അത് തന്നെ ഓർഡർ ചെയ്തു. ജാനിക്ക് മഷ്റൂം മസാല അങ്ങ് ഇഷ്ടപ്പെട്ടു. അവൾ സൂപ്പറായിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അവസാനമായപ്പോഴത്തേക്ക് ജിത്തുവിനെ ഞാൻ തന്നെ സഹായിക്കേണ്ടി വന്നു. ഞാൻ പിന്നെ അവൻ്റെ കുറച്ച് മന്തി കൂടെ കഴിച്ചു. പിന്നെ ലെമൺ ജ്യൂസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജാനിയുടെ സ്ട്രോ ഒഴിഞ്ഞതുകൊണ്ട് കുഞ്ഞയുടെ സ്ട്രോയും കൂടെയൊക്കെ കടമെടുത്ത് കുടിച്ചു. പിന്നെ ഞങ്ങൾ അതിൻ്റെ മുകളിൽ സൂപ്പർ മാർക്കറ്റുണ്ട്, അവിടെ കയറി അമ്മയ്ക്ക് കുറച്ച് ഗ്ലാസ് ജാറുകൾ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ കുറച്ച് കയറി സത്യത്തിൽ ജാനിക്കൊരു ക്രയോൺ വാങ്ങിക്കാനായിട്ടാണ് കയറിയത്. പക്ഷേ അത് പിന്നെ ഷോപ്പിംഗ് നീണ്ട് പോയി. പിന്നെ അമ്മയ്ക്ക് കുറച്ച് ഗ്ലാസ് ജാറ് വേണം എന്ന് പറഞ്ഞു, ഈ മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ഇട്ട് വയ്ക്കാനായിട്ട്. പിന്നെ അത് നോക്കി. പിന്നെ അപ്പോഴത്തേക്കും പിന്നെ നമ്മളെന്താണ് ഒരു ചോറ്റുപാത്രം വാങ്ങിച്ചു. പാല് കൊണ്ടുവന്ന് ഞങ്ങളുടെ പാത്രത്തിന് അടപ്പ് ഒടിഞ്ഞു പോയി. അങ്ങനെ ഒരു ചോറ്റുപാത്രം വാങ്ങിച്ചു. പിന്നെ ഒരു ഇഡലിപ്പാത്രം വാങ്ങിച്ചു. ഇഡലിപ്പാത്രം 3 തട്ടുള്ള ഇഡലിപ്പാത്രം, അടിയിൽ സ്റ്റീമറൊക്കെ വരുന്ന ഒരു ഇഡലിപ്പാത്രം. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ബില്ല് സെറ്റിലാണ് ചെന്നപ്പോൾ അവിടെ ക്രിസ്മസിൻ്റെ ഒരുപാട് ക്രിസ്മസ് ട്രീകളും കാർഡുകളും സ്റ്റാറുകളും ഒക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ ബില്ലൊക്കെ അടച്ച് ഞങ്ങൾ നേരെ താഴെ ചെന്നു. താഴെ ബേക്കറിയിൽ നിന്ന് ജാനിക്കൊരു കേക്കും വാങ്ങി. ഇതെല്ലാം കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേക്കും ഞങ്ങൾക്ക് കല്ലുവാതുക്കലോട്ടുള്ള ബസ് അവിടെ കിടക്കുന്നു. അപ്പം ആ ബസ്സിൽ കയറി, കല്ലുവാതുക്കലോട്ട് ബസ്സിൽ കയറി ജംഗ്ഷനിലെല്ലാം നേരെ ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടിൽ പോകണം, അവിടുത്തെ സ്റ്റോപ്പിൽ വന്നിറങ്ങാം. അങ്ങനെ അവിടെ വന്നിറങ്ങി ചന്തക്കകത്ത് കൂടെ കയറി ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലെത്തിയ ഉടനെ തന്നെ ജാനി അവൾ വാങ്ങിച്ച കേക്ക് പൊട്ടിച്ച് കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ, ടാറ്റാ. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ സപ്പോർട്ട് കൂടുന്തോറുമാണ് ഞങ്ങളുടെ ചാനലിൻ്റെ ശക്തി കൂടുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക്